നമസ്കാരം. നക്ഷത്രപരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2024 മാർച്ച് 13 ബുധനാഴ്ച. ഇന്നത്തെ ദിവസം നക്ഷത്രം ഭരണി, ചന്ദ്രൻ മേടം രാശിയിൽ സഞ്ചരിക്കുന്നു. ഇനി ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജന്മത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം, അതായത് ഒന്നാം ഭാവത്തിൽ ചന്ദ്രൻ്റെ സഞ്ചാരം വളരെ നല്ലത് എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അതനുസരിച്ച് ഇന്നത്തെ ദിവസം വ്യാഴത്തിൻ്റെ കൂടെയാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അതിനാൽ ഗുണകരമായ ദിവസം ആയിട്ട് വേണം കൂടുതലായി സങ്കല്പിക്കാൻ. ഗുണാധിക്യം കൂടുതലുണ്ടാകുന്ന ദിവസം, സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, നല്ല ഈശ്വരാധീനം, ഭാഗ്യത്തിന് അനുകൂലമായ ദിവസമാണ് ഇന്നത്തേത്. അതുകൊണ്ട് പൊതുവേ കുടുംബമൊത്തുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതിലും അതുപോലെ തന്നെ നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നതിനും ഇന്നത്തെ ദിവസം ഇവർക്ക് സാധ്യമാകും. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലവൽപ്പം വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നു. എന്നാൽ തീർത്ഥാടന കേന്ദ്രത്തിൽ പോകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ശാരീരികമായ സംരക്ഷണത്തിനോ ആരോഗ്യ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വീടിൻ്റെ പരിഷ്കരണവുമായോ നിർമ്മാണവുമായോ ബന്ധപ്പെട്ടോ മറ്റ് സാങ്കേതിക കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ആവണം ഈ പണം മുടക്ക്. അതുകൊണ്ട് തന്നെ ഇതൊരു അനാമത്ത് ചിലവോ നഷ്ടപ്പെടലോ അല്ല, ഭാവിയിൽ പ്രയോജനപ്രദമാകുന്ന കാര്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ സാമ്പത്തിക ലാഭം തന്നെയാണ്, പ്രവർത്തനത്തിൽ വിജയവും കാണുന്നു. എന്നാൽ യാത്ര മാറ്റിവെക്കേണ്ടി വന്നേക്കാം, ശാരീരികമായ ചെറിയ അസ്വസ്ഥതകളും ഉണ്ടാകാം. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. വളരെ ഗുണകരമായ ദിവസമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം. അതായത് കനത്ത സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ദിവസമാണെന്ന്. അതുപോലെ തന്നെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നടക്കണം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തമ്മിലുള്ള തടസ്സങ്ങളുടെ കാര്യത്തിലോ ഒക്കെ മാറ്റമുണ്ടാകുന്ന ദിവസമാണെന്ന്. പൊതുവെ ഗുണകരമായ ദിവസം എന്ന് വേണം അനുമാനിക്കാൻ. യാത്ര കൊണ്ട് വിജയം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയമുണ്ടാകുന്നു. പൊതുവെ ഗുണകരമാണ് മിഥുനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. ഉദരസംബന്ധമായ അസുഖം മാറുന്നു. അതുപോലെ തന്നെ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് കൂടുതൽ അനുമതി കിട്ടുകയും ചെയ്യുന്നു. പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൻ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കർമ്മബന്ധിതമായ ദിവസം എന്ന് വേണം പറയാൻ. തങ്ങളുടെ ഇഷ്ടമേഖലയിൽ നന്നായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു. വൈമനസ്യമൊക്കെ മാറി, മനസ്സിൻ്റെ വിഷമങ്ങളും മാറി, തടസ്സങ്ങളും മാറി, കർമ്മമേഖലയിൽ നല്ല രീതിയിൽ ഇവർക്ക് വ്യാപരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ജോലി വളരെ നല്ല മേഖലയായി മാറുന്നു. കൂടുതൽ സാമ്പത്തിക ശേഷി നൽകുന്ന തരത്തിൽ അവരുടെ കർമ്മ മേഖല പുഷ്ടി പ്രാപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇവർക്ക് വളരെ ഗുണകരവും ആദായകരവുമാണ്. യാത്ര പ്രയോജനം ചെയ്യുന്നു. ബന്ധുമിത്രാദികളും സഹപ്രവർത്തകരും സഹപാഠികളുമൊക്കെ ഒന്നിച്ച് സൗഹാർദ്ദങ്ങൾ പങ്കുവയ്ക്കാനുള്ള നിമിഷം കൂടിയാണ് ഇന്നത്തെ ദിവസം. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 9ലെ സഞ്ചാരം വ്യാഴത്തിൻ്റെ കൂടെയായതിനാൽ ദോഷവശങ്ങൾ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വർദ്ധിക്കുന്നു, ഭാഗ്യം വർദ്ധിക്കുന്നു. കർമ്മമേഖലയിൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു. തങ്ങൾക്കുമേൽ ഉണ്ടായിരുന്ന ചില കർമ്മബന്ധിതമായ അവസ്ഥകൾ മാറുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശത്രുവിൻ്റെ ദോഷമോ അല്ലെങ്കിൽ തടസ്സമോ ഉപദ്രവമോ ഉണ്ടെങ്കിൽ തന്നെ ഈശ്വരാധീനത്താൽ അത് മാറിക്കിട്ടുന്നു ഇന്നത്തെ ദിവസം. സാമ്പത്തികമായ ലാഭം കാണുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാകുന്നതുകൊണ്ട് കർമ്മമേഖല കൂടുതൽ സുരക്ഷിതമാക്കപ്പെടുകയും ചെയ്യും. ഇന്നത്തെ ദിവസം ഇവർക്ക് ഗുണം കൂടിയിരിക്കുന്ന ദിവസമാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴമാണ്. 11ാം ഭാവാധിപനാണ് ചന്ദ്രൻ. ആ ചന്ദ്രനാണ് പോയി വ്യാഴത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ശുഭഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് വ്യാഴത്തിൻ്റെ ദോഷാവസ്ഥ അല്പം കുറയാം. അതുപോലെ ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നതിൻ്റെ ദോഷാവസ്ഥ വ്യാഴം അവിടെ നിൽക്കുന്നത് കൊണ്ടും മാറാം. വ്യാഴം ഒരു സാത്വിക ഗ്രഹമായതിനാൽ തടസ്സങ്ങൾക്ക് ഒരു പരിധിവരെ ഇന്നുവരെ സംരക്ഷിക്കും. തടസ്സങ്ങൾ ഇതൊരു പരിധിവരെ ഇന്ന് ഇവരിൽ നിന്ന് ഉപദ്രവങ്ങൾ ചെയ്യാതെ മാറി നിൽക്കും. അതുപോലെ ശാരീരികമായ അവശതയ്ക്കും മാറ്റം കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ ധനം കൂടുതലായിട്ട് ഇന്ന് ഇവരുടെ അടുത്ത് എത്തിച്ചേരുകയും ചെയ്യും. തുലാം രാശി, ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ ഗുണകരമാണ്. ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്ന ദിവസം. ഡിസയർ വിൽ ബി ഫുൾഫിൽഡ്, ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്ന ദിവസം. പ്രണയം ആയിരിക്കാം, അല്ലെങ്കിൽ വിവാഹത്തിൽ ഒരാളെ സങ്കല്പിച്ചുകൊണ്ട് ഇന്ന് കണ്ടുമുട്ടുന്നത് ഏറ്റവും
നല്ല വിജയത്തിലെത്തുന്ന ദിവസമാകാം. തങ്ങളുടെ മനസ്സിലിഷ്ടപ്പെട്ട വ്യക്തിയെ കാണാൻ സാധിക്കുന്നു, അവരുമൊത്ത് നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു, വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു, പ്രണയത്തിൻ്റെയും തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. ഇത് പ്രവർത്തന മേഖലയിലും കൂടുതലായി നിഴലിക്കും. സ്വാഭാവികമായും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ജോലി ഇന്ന് വളരെ ഗുണകരമായി മുന്നോട്ട് പോകും. സാമ്പത്തിക നേട്ടം, യാത്രാ ഗുണം, പ്രവർത്തന വിജയം എന്നിവയും കാണുന്നു. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുറിവ് ഉണങ്ങുന്ന ഒരു ദിവസമാണ്. ശാരീരികമായ അവശതയുണ്ടെങ്കിൽ അത് മാറുന്നു. ശുഷ്കാന്തി കുറഞ്ഞ ദിവസങ്ങളായിരുന്നു പിന്നിട്ടതെങ്കിൽ ഇന്ന് നല്ല ദിവസമായി മാറുന്നു. കൂടുതൽ ഉന്മേഷത്തോടുകൂടി തങ്ങളുടെ മേഖലയിൽ ഇവർക്ക് ഇന്ന് ഇടപഴകാൻ സാധിക്കുന്നു. സാമ്പത്തികമായ നല്ല ലാഭമുണ്ടാകുന്നു. സാമ്പത്തിക ലാഭം എന്ന് പറയുമ്പോൾ കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു മോചനം കാണുന്നു. കടം ഇവർക്കിന്ന് നല്ല രീതിയിൽ വായ്പയായി കിട്ടുന്നത് കൊണ്ട് പല കാര്യങ്ങളും നിവർത്തിക്കപ്പെടുന്നു. ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരികെ ലഭിക്കുന്നു. ശത്രു മിത്രമായി മാറുന്നു. പൊതുവെ ഗുണകരം. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. വ്യാഴം 5-ൽ നിൽക്കുന്നു. ആ വ്യാഴത്തിൻ്റെ കൂടെ ചന്ദ്രൻ ചെന്ന് നിൽക്കുന്നതിനാൽ 5-ൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ മോശാവസ്ഥയെന്ന് കൂടുതലായി ചിന്തിക്കേണ്ട കാര്യമില്ല. ഭാഗ്യം ഇവരെ ഇന്ന് അനുകൂലിക്കുക തന്നെ ചെയ്യും. സന്താനങ്ങൾക്കും വലിയ ദോഷമുണ്ടാകുന്നില്ല. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ദോഷമൊന്നും കാണുന്നില്ല. യാത്ര ഭാഗികമായെങ്കിലും ഇന്നിവർക്ക് അനുകൂലമായിരിക്കും. ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ചില കാഠിന്യങ്ങൾ മാത്രമേ ഉള്ളൂ. കർക്കശങ്ങളും കാഠിന്യങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാമെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന ദിവസമാണിന്ന്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. വ്യാഴവും അവിടെയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും മാതാവിൻ്റെ ദോഷാവസ്ഥകൾക്കൊരു ശമനമുണ്ടായി എന്ന് വരാം. അതുപോലെ തന്നെ വീട്ടിലെ അന്തരീക്ഷം കുറച്ചുകൂടി സൗമ്യമാവാം. അവിടെ സാമ്പത്തികമായ ഒരു ഭദ്രത വരുന്നതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി സമാധാനപരമായി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. സംഘർഷങ്ങൾക്ക് അയവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് കൂടുതൽ ഗുണപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയായതിനാൽ അതിലും ദോഷം സങ്കല്പിക്കാനാവില്ല. വാഹനവുമായി ബന്ധപ്പെട്ടും ചില മാറ്റങ്ങളുണ്ടാവും. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇവർക്ക് ഗുണകരമായിട്ട് വരും. വ്യാഴം 3-ൽ അത്ര ഗുണമല്ലെങ്കിലും ചന്ദ്രൻ്റെ 3-ലെ നില ദിവസ ജ്യോതിഷത്തിൽ പറയുമ്പോൾ പ്രാമാണ്യത്യം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നോ ബന്ധുജനങ്ങളിൽ നിന്നോ സഹായമുണ്ടാകും. പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ശുഷ്കാന്തിയും സാഹസികതയും വർദ്ധിക്കും. അതുപോലെ തന്നെ കൂടുതൽ ഉന്മേഷത്തോടു കൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കും. സഹോദരന്മാരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഗുണകരമായി വരും. സൗഹാർദ്ദങ്ങളിലൂടെ നേട്ടമുണ്ടാകും. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം സാമ്പത്തികമായിട്ട് ലാഭമുണ്ടാകുമെങ്കിലും ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമെങ്കിലും ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അരോചകമായി തോന്നുകയും അത് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധുവിഘാതങ്ങളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് അകൽച്ചയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സമൂഹമധ്യത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒരു അകൽച്ച ഉണ്ടാകാതിരിക്കാൻ സ്വന്തം വാക്കും പ്രവൃത്തിയും അങ്ങേയറ്റം കരുതലോടുകൂടി ചെയ്യുക. ധനപരമായ ദോഷമൊന്നും കാണുന്നില്ല. ശാരീരികമായ അവശതയും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശരീരം അണുബാധ ഏൽക്കാനും വിഷജന്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാനും അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.